ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് കുറ്റ്യാടി കൂളിക്കുന്ന് പ്രദേശത്ത് പൂവൊഴുക്കൽ ഘോഷയാത്ര നടത്തി. വീടുകളിൽ അത്തം മുതൽ പൂക്കളമൊരുക്കിയത് ശേഖരിച്ച് പുഴയിൽ ഒഴുക്കുകയാണ് ചെയ്യുക. ആഘോഷപ്പൊലിമ ചോരാതെ തന്നെയാണ് പൂവൊഴുക്കലും നടക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂവൊഴുക്കൽ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. അത്തം മുതൽ തിരുവോണം വരെ പൂക്കളമൊരുക്കിയ പൂവ് ഓണപ്പൊട്ടൻ വാരിയെടുത്ത് ശേഖരിച്ച് ഘോഷയാത്രയായി പൂവേ പൊലി പൂവേ പാട്ടുപാടി പൂവെടുക്കാൻ പോകുന്ന യാത്ര ഈ നാടിന്റെ പതിവ് കാഴ്ചയാണ്. വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയിലാണ് ഘോഷയാത്രകൾ പുഴയോരങ്ങളിലേക്ക് നീങ്ങുക. കുറ്റ്യാടി വേളം പ്രദേശങ്ങളിലെ മേഖലകളിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കൂളിക്കുന്ന് യൂണിറ്റ് സംഘടിപ്പിച്ച പൂവൊഴുക്കൽ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കാളികളായി. ജാതിമത ഭേദമന്യേ ജനകീയമായ ഒരു കൂടിച്ചേരൽ കൂടിയായി ഘോഷയാത്ര മാറിയതായി സംഘാടകർ പറഞ്ഞു. കൂളിക്കുന്നിൽ നിന്നും 2 കിലോമീറ്റർ ഘോഷയാത്രയായി കുറ്റ്യാടി പുഴയിൽ കടവിലെത്തിയാണ് പൂവൊഴുക്കിയത്. പോയ കാലത്തെ നന്മയുടെ ഓർമ്മകൾ നിറയുന്ന ഓണത്തിന് ആഘോഷത്തിന്റെ സമാപനവും മികവുറ്റതാക്കുന്നതാണ് ഇന്നാട്ടുകാർ. ഡിവൈഎഫ്ഐ കൂളിക്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 20 വർഷത്തിനപ്പുറത്ത് വരെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് കാരണമായിട്ട് പറയാനുള്ളത് നമ്മുടെ നാടിന്റെ ഐക്യവും സൗഹാർദ്ദവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഈ കാലഘട്ടത്തിനകത്ത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഐക്യവും ഇല്ലാതായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത് വീടുകളിൽ ഇടുന്ന പൂക്കൾ അത് തനതായ രീതിയിൽ വാരിക്കൊണ്ടുവന്ന് അത് ശേഖരിച്ച് പുഴയിൽ ഒഴിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടുവരുന്നത്. ഇത് നാടിൻ്റെ സൗഹാർദ്ദവും ഐക്യവും നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ വരും കാലഘട്ടത്തിൽ ഇത് ഡിവൈഎഫ്ഐക്കും നാടിനും മുതൽക്കൂട്ടാവുന്നതിന് കണ്ടിട്ടാണ് നടത്തുന്നത്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.